എന്റെ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ലോകത്തെ ഒരു കോട്ടയായി സങ്കൽപ്പിക്കുക. റോഡിൽ വരച്ച വരകൾ, ആജ്ഞകൾ വിളിച്ചു പറയുന്ന അടയാളങ്ങൾ, നിയമങ്ങൾ നിയമങ്ങളിൽ അടുക്കിയിരിക്കുന്നു. കുഴപ്പത്തെ അതിജീവിക്കാൻ നല്ല ആളുകൾ നിയമങ്ങൾ അനുസരിക്കുന്നു. നല്ല ഡ്രൈവർമാർ ഒരിക്കലും റോഡിൽ വരച്ച വരകൾ കടക്കുന്നില്ല. പിന്നെ ആവശ്യം ബ്രേക്കുകൾ ഇടുന്നു. ഒരു കുട്ടി ഗതാഗതത്തിലേക്ക് ഓടുന്നു. ഒരു റിക്ഷാ വണ്ടി മാറുന്നു. ഒരു അമ്മ നിലവിളിക്കുന്നു. ചക്രം തിരിയുന്നു. രേഖ ലംഘിക്കപ്പെടുന്നു. നിയമം ലംഘിക്കപ്പെടുന്നു. ജീവൻ രക്ഷിക്കപ്പെടുന്നു. പിന്നീട് നിശബ്ദതയിൽ ഒരാൾ മൃദുവായി പറയുന്നു, യഥാർത്ഥ മനുഷ്യ ആവശ്യം ഉയരുമ്പോൾ നിയമങ്ങൾ വീഴുന്നു. സൗകര്യമല്ല, സ്വാർത്ഥ ആഗ്രഹമല്ല, പക്ഷേ ആവശ്യകത, വിശപ്പ്, കരുണ, മരിക്കാൻ വിസമ്മതിക്കുന്ന ജീവിതം തന്നെ. ഇത് പുതിയതല്ല. ഈജിപ്തിൽ നിയമം വ്യക്തമായിരുന്നു. ആനുകുട്ടികളെ കൊല്ലുക. എന്നാൽ ഷിഫ്രയും പുവായും എന്തോ ഉച്ചത്തിൽ കേട്ടു. പ്രസവത്തിന്റെ നിലവിളി, നവജാത ശിശുക്കളുടെ ശ്വാസത്തിന്റെ ശ്വാസം. അവർ ഫറവോനേക്കാൾ ദൈവത്തെ ഭയപ്പെട്ടു. അവർ രാജാവിനെ അനുസരിച്ചില്ല. ദൈവം അവർക്ക് ജീവൻ നൽകി. കലാപമല്ല, കുഴപ്പമല്ല, മരണത്തിനെതിരെ സ്വയം പ്രതിരോധിക്കുന്ന സൃഷ്ടി. വിശുദ്ധ സെബാസ്റ്റ്യനും അത് കേട്ടു. സാമ്രാജ്യത്വ കൽപ്പനയാൽ ബന്ധിതനായ ഒരു റോമൻ പട്ടാളക്കാരൻ വിശ്വാസികളെ തകർക്കാൻ ഉത്തരവിട്ടു. എന്നാൽ മറ്റൊരു നിലവിളി അദ്ദേഹം കേട്ടു. സത്യത്തിനായി ദാഹിക്കുന്ന ആത്മാക്കൾ, വധശിക്ഷയ്ക്ക് മുമ്പ് സ്നാനത്തിനായി യാചിക്കുന്ന തടവുകാർ. ആവശ്യം ശാശ്വതമായിരുന്നു. അദ്ദേഹം ഒരു ഉയർന്ന നിയമം അനുസരിച്ചു. അദ്ദേഹം മതം മാറി. അമ്പുകളാൽ കുത്തി ഇപ്പോഴും സംസാരിച്ചു. ഇന്ന് സഭ അദ്ദേഹത്തെ ഓർക്കുന്നു. പിന്നെ സുവിശേഷം. പൊടിപടലമുള്ള കാലുകൾ, ഒഴിഞ്ഞ വേറുകൾ, ധാന്യത്തിലേക്ക് നീളുന്ന കൈകൾ. പരീശന്മാർ ഒരു ലംഘനം കാണുന്നു. യേശു വിശപ്പ് കാണുന്നു. അവർ പറയുന്നു നിയമവിരുദ്ധം. അദ്ദേഹം പറയുന്നു ആവശ്യകത. ദാവീദ് ഒരിക്കൽ അതുതന്നെ ചെയ്തു. വിശക്കുന്ന മനുഷ്യർക്കായി അപ്പം സമർപ്പിച്ചു. മതത്തെ അതിന്റെ സത്തയിലേക്ക് തള്ളിവിടുന്ന വാക്കുകൾ യേശു പറയുന്നു. മനുഷ്യൻ ശബ്ബത്തിനു വേണ്ടിയല്ല, മനുഷ്യനു വേണ്ടിയാണ് ശബ്ബത്തുണ്ടാക്കിയത്. കൂടുതൽ, മനുഷ്യപുത്രൻ ശബ്ബത്തിന്റെ കർത്താവാണ്. അവൻ നിയമത്തെ നശിപ്പിക്കുന്നില്ല. അവൻ അതിന്റെ ഹൃദയം വെളിപ്പെടുത്തുന്നു. ജീവനെ സേവിക്കാനാണ് നിയമം നിലനിൽക്കുന്നത്. സ്നേഹമാണ് അതിന്റെ പൂർത്തീകരണം. ഇതാണ് നമ്മുടെ അപ്പം.